എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്, ടേസ്റ്റിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നുറുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ നുറുക്ക് ഗോതമ്പിനോടൊപ്പം ഞാൻ ഇവിടെ ഉഴുന്നുകൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അത് വെച്ചിട്ട് അളന്ന് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ദോശയ്ക്ക് ഒരു പ്രത്യേക മണം കൊടുക്കും, അതിനാണ് ഉലുവ ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നുറുക്ക് ഗോതമ്പും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചോറാണ്. ഇത് പാലക്കാടൻ മട്ടയുടെ ചോറാണ്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ മാവ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പകുതി നുറുക്ക് ഗോതമ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നിങ്ങൾക്ക് ചോറിന് പകരം അവലും എടുക്കാവുന്നതാണ്. അവലൊന്ന് കുതിർത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ആദ്യത്തെ ഭാഗം നന്നായിട്ട് അരച്ചു കഴിഞ്ഞു. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള നുറുക്ക് ഗോതമ്പും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലിയാണ് വേണമെങ്കിൽ കുറച്ച് കട്ടി കൂട്ടി എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദോശയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഇതുകൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ രാവിലെ ആണെങ്കിൽ രാത്രി മുഴുവനായിട്ട് വെക്കുക. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചാൽ മതി, ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശയാക്കി എടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. അപ്പോൾ ദോശ ചുടാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ ഈ ഒരു തവിയും ഒരു അരത്തവിയും കൂടിയാണ് മാവ് ഒഴിക്കുന്നത്. ഞാനിവിടെ തിന്നായിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ തിന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതൊന്നുകൂടി ഹെൽത്തിയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എണ്ണ ഇട്ട് കൊടുത്തില്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഒരു ദോശ കൂടെ ഞാനൊന്ന് ചുട്ട് കാണിച്ചു തരാം. നമ്മൾ ദോശ തൊടുന്ന തവയുടെ ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ചൂടായി പോയാൽ നമുക്ക് മാവിങ്ങനെ നന്നായിട്ട് പൊന്തി വരില്ല. അപ്പോൾ ചൂടെപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ ഒരുപാട് ചൂടാകുന്നെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ ആ ചൂടൊന്ന് അഡ്ജസ്റ്റ് ആയി കിട്ടും. മുഴുവൻ ദോശകളും ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും, ആദ്യം മുതൽ അവസാനം വരെ. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ദോശ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴും കിട്ടുന്ന രീതിയിൽ തന്നെ വെക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.